ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗുലറിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സെക്ഷനാണ്. അതായത് നമുക്ക് പാരന്റ് ടു ചൈൽഡ് കോമ്പോണന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ടു പാരന്റ് കമ്മ്യൂണിക്കേഷൻ എന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സെക്ഷനാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഒരു ഹോം കോമ്പോണന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോം കോമ്പോണന്റിനകത്ത് നമുക്ക് രണ്ട് മെയിൻ എലമെന്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ഫൈൻഡ് യുവർ മാച്ച് എന്ന് പറയുന്ന, അതായത് രജിസ്റ്റർ ബട്ടൺ ഒക്കെ ഉള്ള ഒരു ഫോം, ഒരു എലമെന്റ്. പിന്നെ രണ്ടാമത്തെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം കാണിക്കാനുള്ള ഒരു എലമെന്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോം ഉണ്ടല്ലോ, ഈ രജിസ്റ്റർ ഫോമിനെ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു സെപ്പറേറ്റ് ഒരു കോമ്പോണന്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ അവിടെ ngg സ്പേസ് സി ഞാനിവിടെ രജിസ്റ്റർ ഫോം കോമ്പോണന്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. എന്നിട്ട് ആ ഫോം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു രജിസ്റ്റേർഡ് ഫോം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഫോം, ആ ഫോം ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ ആ പുതിയ കോമ്പോണന്റിനകത്തോട്ട് ഇടും. ഓക്കെ, സോ നമ്മുടെ ഇവിടെ രജിസ്റ്റർ ഫോം ഇവിടെ കോമ്പോണന്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നേരെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ രജിസ്റ്റർ ഫോം കോമ്പോണന്റിനകത്ത് നമ്മൾ HTML വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഹോം കോമ്പോണന്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂസർ രജിസ്റ്റർ ഫോം ഞാനിത് കട്ട് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ആഡ് ചെയ്യണം. ഫോം ഗ്രൂപ്പ്. ഓക്കെ, രണ്ടാമത്തത് HTML കുറച്ച് എറർ കാണിക്കും. ഈ ഒരു സാധനം എടുക്കുക, രജിസ്റ്ററും എടുക്കുക, അത് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഒരു ഓൺ ഇനിറ്റ് വേണം. ഓൺ ഇനിറ്റ് ഇവിടെ നമ്മൾ ng ഓൺ ഇനിറ്റ് കൊടുക്കും. അതിനകത്താണ് നമ്മളുടെ ഫോം ഗ്രൂപ്പിന്റെ ഇനിഷ്യലൈസേഷനും എല്ലാം കൊടുക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്യാണ്. ഇതും കട്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യണം. ഫോം കൺട്രോള് ഇവിടെ ഞാനിവിടെ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തു. വാലിഡേറ്റേഴ്സും എല്ലാം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു. അടുത്ത നമുക്ക് ഒരു എറർ കാണിക്കുന്നുണ്ട്, യൂസേഴ്സ് ഫ്രം ഹോം കോമ്പോണന്റ്. അത് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യും. ഓക്കെ, യൂസർ രജിസ്റ്റർ ഫോം. ഓക്കെ, ഇതെന്തോ എറർ കാണിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ റിയാക്റ്റീവ് ഫോം മൊഡ്യൂളാണ് വേണ്ടത്. മൊഡ്യൂള് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബി ഷോ രജിസ്റ്റർ ഫോം, ഇത് ഞാൻ മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ആക്കാൻ പോകണം. ഓൺ ക്യാൻസൽ. ഇത് എടുത്തിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകും. ഓക്കെ, ഓൺ ക്യാൻസൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ രജിസ്റ്റർ ഫോം ഏകദേശം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഒരു രജിസ്റ്റർ ഫോം കോമ്പോണന്റിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ഹോം കോമ്പോണന്റിനകത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെയാണല്ലോ നമ്മുടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം കാണിക്കേണ്ടത്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാനിവിടെ ഈ രജിസ്റ്റർ ഫോമിന്റെ കോമ്പോണന്റ് ഞാൻ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ സാധനം, ആപ്പ് രജിസ്റ്റർ ഫോം. ഇതാണ് എൻ്റെ സെലക്ടർ. അത് ഞാനിവിടെ HTML കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ ഫോം കിടന്നിരുന്നത്. അവിടെ നമ്മൾ മാറ്റിയിട്ട് നമ്മളുടെ കോമ്പോണന്റ് ആയിരിക്കും നമ്മളിവിടെ ലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, അത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. രജിസ്റ്റർ ഫോം കോമ്പോണന്റ്. ഓക്കെ, ഇപ്പോൾ സാധനം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് രജിസ്റ്റർ ഫോം ഉണ്ടല്ലോ, ഇതാണ് ആക്ച്വലി ചൈൽഡ് കോമ്പോണന്റ് എന്ന് പറയുന്നത്. ഹോം കോമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കോമ്പോണന്റ് അല്ലെങ്കിൽ നമ്മൾ പാരന്റ് കോമ്പോണന്റ് പറയും. ആപ്പ് രജിസ്റ്റർ ഫോം എന്ന് പറയുന്നത് ആക്ച്വലി ചൈൽഡ് കോമ്പോണന്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആപ്പ് കോമ്പോണന്റ് HTML വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കോമ്പോണൻസ് ഉണ്ട്. ഈ രണ്ട് കോമ്പോണൻസ് എന്ന് പറയുന്നത് ചൈൽഡ് കോമ്പോണന്റ് ആണ്. നാവ് ബാർ കോമ്പോണന്റും അതുപോലെ ഹോം കോമ്പോണന്റ്. ഇതാണ് ആക്ച്വലി ചൈൽഡ് കോമ്പോണന്റും ആപ്പ് കോമ്പോണന്റ് എന്ന് പറയുന്നത് പാരന്റ് കോമ്പോണന്റ്.
അതേ സെയിം സാധനമാണ് നമ്മുടെ ഇവിടെ ഹോം കോമ്പോണൻസിനകത്ത് വരുന്നത്. ഹോം കോമ്പോണന്റ് പാരന്റും രജിസ്റ്റർ ഫോം കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് കോമ്പോണന്റ് ആണ്. ഇനി ഈ പാരന്റ് ചൈൽഡ് തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അതായത് എനിക്കിപ്പോൾ ഹോം കോമ്പോണന്റിനകത്ത് എനിക്ക് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എങ്ങനെ എനിക്ക് ചൈൽഡ് കോമ്പോണന്റിനകത്തോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പാസ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് നോക്കാം. സോ ഹോം കോമ്പോണന്റിനകത്ത് ഞാൻ മറ്റേ ഗെറ്റ് യൂസേഴ്സിന്റെ ഒരു API എഴുതിയിട്ടുണ്ടല്ലോ. യെസ്, ഈ സാധനം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ഹോം കോമ്പോണന്റ് TSനകത്തോട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കുറച്ച് എറർ കാണിക്കും, അത് നമുക്കിപ്പം മാറ്റാം. ഗെറ്റ് യൂസേഴ്സ്, ഇത് ആക്ച്വലി ഹോം കോമ്പോണന്റിനകത്ത് ആപ്പ് കോമ്പോണന്റ് TSനകത്ത് നമുക്ക് യൂസേഴ്സ് എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ കോമ്പോണന്റ് TSൽ വരും. ആ കോമ്പോണന്റ് TSനകത്തിട്ട് ഇനി ഇവിടെ HTTP അല്ലേ, HTTP നമുക്ക് API സർവീസ് HTTP കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം. ഇൻജക്റ്റിൻ്റെ അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സാധനം എല്ലാം വന്നിട്ടുണ്ട്, ഗെറ്റ് യൂസേഴ്സ്. എന്നിട്ട് നമ്മൾ ഈ യൂസേഴ്സിനെ എന്ത് ചെയ്യണം, നമുക്കിവിടെ ആപ്പ് രജിസ്റ്റർ ഫോമിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കോമ്പോണന്റിനകത്ത് നമ്മുടെ യൂസേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് അവിടെ പാസ് ചെയ്യണം. സോ ഇവിടെ പാസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചൈൽഡ് കോമ്പോണന്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ആംഗുലർ 17 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അപ്രോച്ചിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ വെർഷൻ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അപ്രോച്ചിൽ പോയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഡെക്കറേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനിത് കമന്റ് ചെയ്തിട്ട് നമുക്ക് അറ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്റർ ഉണ്ട്. ഓക്കെ, ഈ ഡെക്കറേറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യൂസേഴ്സ് കോമ്പോണന്റ് എന്ന് പറയുന്നത് കൊടുത്തിട്ട് ഇവിടെ ഒരു MTR ആയിട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച്. ഇത് നമ്മുടെ ആംഗുലറിൽ മുന്നേ വെർഷനൊക്കെ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഇൻപുട്ട് ഡെക്കറേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഹോം കോമ്പോണന്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൈൽഡ് കോമ്പോണന്റ് ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു പ്രോപ്പർട്ടി വരും. ഇൻപുട്ട് ഡെക്കറേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഡെക്കറേറ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. അതിനെ യൂസേഴ്സ് ഫ്രം ഹോം കോമ്പോണന്റ് എന്ന് പറഞ്ഞതോടെ ഈ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഡെക്കറേറ്റർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻപുട്ട് ഡെക്കറേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ഇൻപുട്ട് ഡെക്കറേറ്ററിനകത്ത് എന്താണോ വേരിയബിളിന്റെ നെയിം കൊടുത്തിരിക്കുന്നത് ആ നെയിം തന്നെ ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, അത് ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞത് നമ്മുടെ യൂസേഴ്സ് ആണ്. ഓക്കെ, അതായത് യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ APIയിൽ വരുന്ന ഗെറ്റ് യൂസേഴ്സിന്റെ ലിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങ് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഞാനൊന്നുകൂടെ റൺ ചെയ്യാം. ng സെർവർ വയ്ക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൈൽഡ് കോമ്പോണന്റിനകത്ത് നമുക്ക് ഹോം കോമ്പോണന്റിനകത്തുള്ള വാല്യൂ നമുക്ക് ചൈൽഡ് കോമ്പോണന്റിനകത്ത് വരണം. ഓക്കെ, ഞാൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എറർ കാണിക്കുന്നുണ്ട്. എറർ എനിക്ക് തോന്നുന്നത് നമ്മൾ API യൂസ് ചെയ്ത ആ നെയിം ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ഓക്കെ, യൂസർ നെയിം ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. രജിസ്റ്ററിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു കോമ്പോണന്റ്, അതായത് സെലക്ട് എലമെന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് രജിസ്റ്റർ ഫോമിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇവിടെ div എലമെന്റ്, ഈ ഒരു സാധനം div എലമെന്റിൽ അതിനകത്ത് എൻ്റെ ലേബലും കാണും, ഹൂ ഇസ് യുവർ ഫേവറേറ്റ് യൂസർ എന്ന്. അതുപോലെ തന്നെ ഒരു സെലക്ട് എലമെന്റും ഉണ്ട്. ഈ സെലക്ട് എലമെന്റിനകത്ത് ഇവിടെ നമുക്ക് ഓപ്ഷന് നമുക്ക് ഡൈനാമിക് വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഡൈനാമിക് വാല്യൂസ് ആയതുകൊണ്ട് നമ്മളിവിടെ 4
ഈ ഫോർ ലൂപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഇത് ആംഗുലർ 17 അല്ലെങ്കിൽ ആംഗുലർ 17 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാത്രമേ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂ അറ്റ് 4. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർ NG4 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മുന്നേ വെർഷനുള്ള, അതായത് ആംഗുലറിന്റെ മുന്നേ വെർഷൻ നമുക്ക് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് വെർഷനിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 4 ലൂപ്പിനകത്ത് യൂസേഴ്സ് ഫ്രം ഹോം കോമ്പോണന്റ്. ഓക്കെ, ഹോം കോമ്പോണന്റിനകത്തുള്ള യൂസേഴ്സ് വാല്യൂ ആണ് ഞാനിങ്ങനെ വേരിയബിൾ നെയിം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസേഴ്സ് ഹോം കോമ്പോണന്റ് ട്രാക്ക് ഇൻഡെക്സ്. അതിനകത്ത് നമ്മുടെ ഈ യൂസേഴ്സ് ലിസ്റ്റിനകത്തുള്ള യൂസർ നെയിമിന് നമ്മൾ ഇവിടെ വെച്ച് ഓപ്ഷൻ കാണിക്കും. ഓക്കെ, ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ യൂസേഴ്സ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ യൂസേഴ്സ് ലിസ്റ്റ് ആക്ച്വലി ഇതിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം കോമ്പോണന്റിനകത്താണ് വരുന്നത്. യൂസേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ചൈൽഡ് കോമ്പോണന്റിനകത്തോട്ട് നമ്മൾ ആ യൂസേഴ്സ് ലിസ്റ്റിന് അങ്ങോട്ട് പാസ് ചെയ്യും. അവിടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ചൈൽഡ് കോമ്പോണന്റിനകത്ത് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഇതാണ് നമുക്ക് പാരന്റ് ടു ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് അതായത് നേരെ നമുക്ക് രജിസ്റ്റർ ഫോമിലേക്ക് പോകണം. അതായത് നോർമൽ അവിടെ ഈ ഒരു സ്ക്രീനിലേക്ക് വരണം. ഇത് ആക്ച്വലി ഹാൻഡിൽ ചെയ്യുന്നത് പാരന്റ് കോമ്പോണന്റ് ആണ്. അതായത് നമ്മുടെ ഹോം കോമ്പോണന്റിലാണ് ഈ ട്രൂവും ഫാൾസ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ക്യാൻസൽ ബട്ടൺ എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ ഫോമിന്റെ ക്യാൻസൽ ബട്ടൺ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ് കോമ്പോണന്റിനകത്ത്, അതായത് രജിസ്റ്റർ ഫോം കോമ്പോണന്റിനകത്ത്. അപ്പൊ ഈ ചൈൽഡിന്റെ എന്ത് ചെയ്യണം, നമുക്ക് ഈ പാരന്റിലോട്ട് വാല്യൂ പാസ് ചെയ്യണം. അതായത് ചൈൽഡ് ടു പാരന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം, ഞാനിവിടെ 2 അപ്രോച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻപുട്ട് ഡെക്കറേറ്ററും അല്ലാതെ സെക്കൻഡ് അപ്രോച്ച് ഉണ്ട്. ഇത് ആംഗുലർ 17 അല്ലെങ്കിൽ 17 കൂടുതലേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് നമുക്ക് സിഗ്നൽസ് വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് കമന്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ട് ഈക്വൽ ടു ഇൻപുട്ട്, നമുക്കിങ്ങനെ ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ട് ഡോട്ട് റിക്വയർഡ്. ആ റിക്വയർഡിനകത്ത് നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കും എനി, തൽക്കാലം എനി എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം കാണിക്കും. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഡോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് യൂസർ ഫ്രം ഹോം കോമ്പോണന്റിനകത്ത് നമ്മളിവിടെ ഒരു നോർമൽ ബ്രാക്കറ്റ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഇട്ടിരിക്കുന്നത്. സോ ഇങ്ങനെ ഇട്ടുമ്പോൾ നമ്മൾ രജിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇൻപുട്ട് ഡോട്ട് റിക്വയർഡ് എനി എന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു യൂസേഴ്സ് ഫ്രം ഹോം കോമ്പോണന്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കണം. ഇത് ആക്ച്വലി ആംഗുലർ 17. ഓക്കെ, ആംഗുലർ 17 ഓർ ഗ്രേറ്റർ. ഓക്കെ, ആംഗുലർ 17 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു വെർഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ നോർമലി ഇൻപുട്ട് ഡെക്കറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചൈൽഡ് ടു പാരന്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ചൈൽഡ് ടു പാരന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഓൺ ക്യാൻസൽ എന്ന് പറയുന്നൊരു സാധനം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഔട്ട്പുട്ട് ഡെക്കറേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, ആറ്റ് ഔട്ട്പുട്ട് ഡെക്കറേറ്ററിനകത്ത് നമ്മളിവിടെ ഓൺ ക്യാൻസൽ എമിറ്റ്. ഓക്കെ, ഇതും ഒരു ഫസ്റ്റ് അപ്രോച്ച് ആണ്. അതായത് നമ്മൾ ഔട്ട്പുട്ട് ഡെക്കറേറ്റർ യൂസ് ചെയ്യും ആംഗുലർ 17 മുന്നേ ഉള്ള വെർഷൻ ആണെങ്കിൽ. ഓക്കെ, ഇവിടെ നമ്മൾ ന്യൂ ഈവന്റ് എമിറ്റർ. ഓക്കെ, ഞാനിവിടെ ഈവന്റ് എമിറ്റർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ ഓൺ ക്യാൻസൽ ഫംഗ്ഷനകത്ത് ഞാൻ ഈ ഒരു സാധനം ഓൺ ക്യാൻസൽ എമിറ്റ് ഡോട്ട് എമിറ്റിനകത്ത് എനിക്കിവിടെ ഫാൾസ് ആക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ന്യൂ ഈവന്റ് എമിറ്റർ കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഈവന്റ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈവന്റ് ആണെങ്കിൽ ഇപ്പോൾ ക്ലിക്ക് ഈവന്റ് അല്ലെങ്കിൽ
ഏതെങ്കിലും ഒരു ഈവന്റ് ആണെങ്കിൽ നമ്മളിവിടെ ഔട്ട്പുട്ട് ഡെക്കറേറ്ററിനകത്ത് നമ്മളൊരു ഈവന്റ് എമിറ്റർ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫാൾസ് ആക്കി സെറ്റ് ചെയ്യണം. അതിനിവിടെ രജിസ്റ്റർ ഫോമിനകത്തോട്ട് നമ്മളിവിടെ ഓൺ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോം കോമ്പോണന്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സാധനം പാസ് ചെയ്യണം. ഓക്കെ, സോ ഔട്ട്പുട്ട് ഡെക്കറേറ്റർ ആയതുകൊണ്ട് നമ്മളിവിടെ ഈ നോർമൽ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് റൗണ്ട് ബ്രാക്കറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡെക്കറേറ്റർ ആണെങ്കിൽ. ഇൻപുട്ട് ഡെക്കറേറ്ററിനാണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ ക്യാൻസൽ എമിറ്റ്. ഓക്കെ, ഓൺ ക്യാൻസൽ എമിറ്റിനകത്ത് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഓൺ ക്യാൻസൽ ഓൺ ഹോം ക്യാൻസൽ എന്ന് പറയുന്നത് നമുക്ക് എൻ്റർ ചെയ്യാം. അതിൽ നമ്മൾ ഇവൻ്റ് ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഈ സാധനം നമ്മൾ ഹോം കോമ്പോണൻറ്റ് TSനകത്തോട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇവിടെ ആക്ച്വലി ഒരു ഈവൻ്റ് ആണ്. ഈവൻ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ബൂളിയൻ വേരിയബിൾ ആയിരിക്കും വരുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ദിസ് ഡോട്ട് ബി ഷോ രജിസ്ട്രേഷൻ ഫോം ഈക്വൽ ടു ഈവൻറ്റ്. ഓക്കെ, അതിന് സേവ് ഓൾ കൊടുക്കാം. സേവ് ഓൾ കൊടുത്തിട്ട് ഇവിടെ ഓൺ ഹോം ക്യാൻസലിനകത്ത് ഈവൻറ്റിന് ഇവിടെ ബൂളിയൻ വേരിയബിൾ ആയിരിക്കും, ബൂളിയൻ വാല്യൂ ആയിരിക്കും വരുന്നത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എമിറ്റിനകത്ത് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും പാസ് ചെയ്യാം. സ്ട്രിങ്ങോ ബൂളിയനോ ഏത് ടൈപ്പുള്ള വാല്യൂ നമുക്ക് പാസ് ചെയ്യാം. ഇവിടെ ഞാൻ ഫാൾസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്ക് രജിസ്ട്രേഷൻ ഫോം നമ്മളിവിടെ ആക്ച്വലി രജിസ്റ്റർ ഫോം ഫാൾസ് ആക്കിയാലേ നമുക്ക് മെയിൻ ഡിവ് എലമെന്റ് കാണിക്കത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ വന്നു. അപ്പം നമുക്ക് ചൈൽഡ് ടു പാരന്റ് കമ്മ്യൂണിക്കേഷൻ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശമല്ല, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ എമിറ്റ് ന്യൂ ഈവന്റ് എമിറ്റർ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സംഭവം നമ്മൾ നേരെ പാരന്റിലേക്കോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, പാരന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഔട്ട്പുട്ട് ഡെക്കറേറ്റർ ഇത് ഫസ്റ്റ് അപ്രോച്ച് ആണ്. ഇപ്പൊ നിങ്ങൾ ആംഗുലർ 17 ആണ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നമ്മളിവിടെ ഒരു സിഗ്നൽ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഓൺ ക്യാൻസൽ എമിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് ഡോട്ട് ഔട്ട്പുട്ട് നമ്മളിവിടെ ബൂളിയൻ എന്നാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എനി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ക്യാൻസൽ ആംഗുലർ 17 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും യൂസ് ചെയ്യണം. അതായത് സിഗ്നൽ രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ അവിടെ നമ്മൾ ബൂളിയൻ ആണ് ഇവിടെ ടൈപ്പ് പറഞ്ഞു കൊടുത്തത്. കാരണം നമ്മളിവിടെ ബൂളിയൻ വാല്യൂ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്യാൻസലിൻ്റെ അവിടെ നമ്മൾ ബൂളിയൻ വാല്യൂ ആണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത് ആംഗുലർ 17 ഓർ ഗ്രേറ്റർ. ഓക്കെ, നിങ്ങൾ ആംഗുലറിന് മുന്നേ വെർഷൻ ആണെങ്കിൽ ഇതുകൊണ്ട് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെക്കറേറ്റർ യൂസ് ചെയ്ത് പോകാം. ഇതാണ് നമ്മൾ നോർമലി നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെക്കറേറ്റർ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ വെർഷൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പാരന്റ് ടു ചൈൽഡും അതുപോലെ തന്നെ ചൈൽഡ് ടു പാരന്റ് കമ്പോണന്റ് കമ്മ്യൂണിക്കേഷനും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം.